എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. മുഴുവനും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഞായറാഴ്ചത്തെ ആദ്യത്തെ കുർബാനയ്ക്ക് തന്നെ ഔതച്ചൻ പള്ളിയിൽ വന്നു. ഏത് കുർബാനയ്ക്കാണ് വരുന്നതെന്ന് അവൾ തീർച്ച പറഞ്ഞിരുന്നില്ലല്ലോ. സാധാരണ വരുന്നത് രാവിലെ ആയതുകൊണ്ട് അപ്പോൾ തന്നെ വന്നു. അപ്പോൾ ഇടമുളയിൽ വീട്ടിലുള്ള പടകളെല്ലാം അതിന് വന്നിട്ടുണ്ട്, അവൾ മാത്രം ഇല്ല. രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നുകിൽ അവൾ രണ്ടാമത്തെ കുർബാനയ്ക്ക് വരും, അതല്ലെങ്കിൽ പിന്നെ അവളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത സ്ഥിതിയിൽ ആക്കിയിട്ട് ആയിരിക്കും ഇവർ പോന്നിട്ടുണ്ടാവുക. ഏതായാലും രണ്ടാമത്തെ കുർബാനയ്ക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെല്ലാം. എന്തായാലും ഇന്ന് അവളെയും കൊണ്ട് പോവുക തന്നെ. അയാൾക്ക് അധികം വിഷമിക്കേണ്ടി വന്നില്ല. രണ്ടാമത്തെ കുർബാന തുടങ്ങുന്നതിന് കുറേ മുൻപ് തന്നെ കത്രീന സ്ഥലത്തു വന്നു. കുർബാന തീരുന്നതിന് മുൻപ് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഔതച്ചൻ ചായക്കടയിലേക്ക് പോയി. ചായയും കുടിച്ച് കൂട്ടുകാരോട് ലാത്തിയടിച്ചുകൊണ്ട് അയാൾ കടയിൽ കാത്തിരുന്നു. 11:30-ക്ക് ഒരു ബസ്സുണ്ട്. അതിന് പോയാൽ കോതമംഗലത്ത് എത്തും. പിന്നെ അടിമാലിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ അടിമാലിയിൽ ഇറങ്ങിയാൽ ഇത്രയും ദൂരം നടക്കേണ്ടി വരും. ഇന്നിപ്പോൾ അതിനും കൂടി സമയം കിട്ടുകയില്ല. അതുകൊണ്ട് നേരിട്ട് മൂന്നാർ വണ്ടിക്ക് കയറി കള്ളാറിൽ ഇറങ്ങാം. അവിടെ നിന്നും ഏതെങ്കിലും വണ്ടി കിട്ടാതിരിക്കില്ല. ആ പ്രതീക്ഷയിൽ അവിടെ നിന്നും 11:30-ക്ക് തന്നെയുള്ള ബസ്സിന് അവർ രണ്ടുപേരും നിരത്തും തട്ടിനോട് വിട പറഞ്ഞു. കോതമംഗലം വരെ മാത്രമേ ഇതിനു മുമ്പ് കത്രീന വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അങ്ങോട്ട് പുതിയൊരു ലോകം കാണുന്നത് പോലെയാണ് അവൾ പുറത്തേക്ക് നോക്കി അതിശയിച്ചിരുന്നത്. മനോഹരമായ വനങ്ങളിലൂടെയാണ് കൂടുതൽ സമയവും ബസ് യാത്ര ചെയ്യുന്നത്. വലതുവശത്തായി വലിയൊരു വെള്ളച്ചാട്ടവും കണ്ടു. ബസ് കടന്നു പോകുന്നതിനിടയിൽ ഒരു നോക്ക് കാണാനേ കഴിഞ്ഞുള്ളൂ. എന്നാലും ആ കാഴ്ച രസകരമാണ്. 2 മണിയോടുകൂടി കല്ലാറിലെത്തി. എങ്ങനെയെങ്കിലും കോതമംഗലത്തു നിന്നും രക്ഷപ്പെട്ടാൽ മാത്രമേ സുരക്ഷിതമായി എത്തിപ്പെടാൻ കഴിയൂ എന്നറിയാവുന്നതുകൊണ്ട് കോതമംഗലത്ത് അവർ ഭക്ഷണം കഴിക്കാൻ പോലും നിന്നില്ല. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി 2 പേർക്കും ശരിക്കും മനസ്സിലായി. അതുകൊണ്ട് അവിടെ തന്നെ ഉള്ള ഒരു ചായക്കടയിൽ കയറി ഊണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, കറി ഉണ്ടായിരുന്നതൊക്കെ തന്നെ തീർന്നു. സാമ്പാറും ചമ്മന്തിയും മാത്രമേ ഇനിയുള്ളൂ. ചോറുണ്ട്. കറി അത്രയും മതിയെങ്കിൽ നിങ്ങൾക്ക് വിളമ്പിത്തരാം. വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചോറ് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നത് മോശമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവർക്ക് അപ്പോൾ വിശപ്പായിരുന്നു പ്രധാനം. അതുകൊണ്ട് കറികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തെപ്പറ്റി അവർ ചിന്തിച്ചതേയില്ല. അത്രയും മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കടക്കാരൻ സന്തോഷത്തോടെ ചോറ് വിളമ്പി. 2 പേർക്കും ഉള്ള പൈസ കൊടുത്തതിൽ നിന്നും കറി കുറവായതുകൊണ്ട് 5 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ജീപ്പ് ഒരെണ്ണം മൂന്നാറിന് പോയിട്ടുണ്ടെന്നും മിക്കവാറും ഉടൻ തന്നെ തിരിച്ചു വരും എന്നുമാണ് കടക്കാരൻ ചേട്ടൻ പറഞ്ഞത്. ആ വിശ്വാസത്തിൽ കത്രീനാമ്മയും ഔതച്ചനും കാത്തുനിന്നു. ഏതായാലും കത്രീനയ്ക്ക് യാത്രാഭാഗ്യമുണ്ട് എന്ന് തോന്നുന്നു. അധിക നേരമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്കുള്ള ജീപ്പ് വന്നു. ജീപ്പിലാണെങ്കിൽ അധികം ആളുമില്ല. ഇരുന്ന് പോകാൻ മാത്രം സീറ്റ് ഒഴിവുണ്ട്. 2 പേരും കള്ളാറിൽ നിന്നും വണ്ടിയിൽ കയറി സന്ധ്യയോടുകൂടി ആനക്കയത്ത് എത്തി. ഇന്ന് തൽക്കാലം നമുക്ക് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി താമസിക്കാം. അവൻ്റെ പേര് കുര്യൻ എന്നാണ്. ഭാര്യയുടെ പേര് ലീലാമ്മ. 2 പൊടിക്കുഞ്ഞുങ്ങളുമുണ്ട്. പിന്നെ വീട് ചെറുതാണ് കേട്ടോ. ഇടമുളയിൽ വീട് പോലെ ഒരു വീടൊക്കെ നമുക്കുണ്ടാകണമെങ്കിൽ വർഷങ്ങൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. എന്നാലും നീ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത്രയും വലിയൊരു വീടുണ്ടാക്കാൻ കഴിയും. തനിക്ക് ഈ വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട എന്ന കാര്യം ഇത്രയുമായിട്ടും ഇച്ചായന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വലിയ സൗകര്യങ്ങൾ വേണമായിരുന്നെങ്കിൽ താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. നിത്യവും കൂലിപ്പണി എടുക്കേണ്ടി വരുന്ന ഒരാളുടെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ തൻ്റെ സ്വഭാവവും.
എനിക്ക് വേണ്ടി ആരും വലിയ വീടൊന്നും ഉണ്ടാക്കുന്ന കാര്യം ചിന്തിക്കണ്ട. എനിക്ക് അത്ര വലിയ ആഗ്രഹങ്ങളുമില്ല. അതുകൊണ്ട് തൽക്കാലം കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താൻ നോക്ക്. അതായിരിക്കും ഇച്ചായ കൂടുതൽ നല്ലത്. ഇങ്ങനെ ഒരു ചിന്താഗതിയുള്ള പെണ്ണ് കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഉള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒതുങ്ങി ജീവിക്കാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ പിന്നെ ആ വീട് സ്വർഗമായിരിക്കില്ലേ? അതിൻ്റെ വലിപ്പമോ നിർമ്മാണ സാമഗ്രികളോ ഒന്നും അവിടെ പ്രശ്നമേ ആയിരിക്കില്ല. ഇല്ലായ്മയിൽ നിന്നും സ്വർഗം പണിയാനുള്ള മനസ്ഥിതി ഉള്ളവളാണ് കത്രീന എന്ന കാര്യം അത്രയും കൊണ്ട് തന്നെ അയാൾക്ക് നന്നായി മനസ്സിലായി. ലേശം കൂടെ വേഗം നടക്കാമോ? നമ്മൾ ഇത്രയും വേഗതയിൽ പോയാൽ അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാകും. ഇപ്പോൾ തന്നെ ചെറുതായി ഇരുട്ട് വീണു തുടങ്ങിയല്ലോ. ഞാനും ഇതിനു മുമ്പ് ഒരു തവണ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് പകൽ വെളിച്ചമില്ലെങ്കിൽ എനിക്കും വഴി കണ്ടുപിടിക്കാൻ വിഷമമാകും. രണ്ടുപേരും വേഗത കൂട്ടി. കത്രീനയ്ക്ക് പൊതുവെ അത്ര പരിചയമില്ലാത്ത ഒരു കാര്യമായിരുന്നു അത്. അവിടെ നിന്നും അത്രയൊന്നും വേഗത്തിൽ നടക്കേണ്ട ആവശ്യം ഉണ്ടാകാറേയില്ലായിരുന്നു. ഓടിയിട്ടുണ്ട്, ഓട്ടത്തിൽ സമ്മാനവും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നടപ്പിൻ്റെ കാര്യത്തിൽ താരതമ്യേന പതുക്കെ നടക്കുന്നതാണ് ഒരു ശീലം. എന്നാലും സാഹചര്യത്തിനനുസരിച്ച് ശീലങ്ങൾ മാറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. സന്ധ്യ മയങ്ങുന്നതിന് മുൻപ് ഒരു കുടിലിന് മുൻപിലെത്തി. അവർ പറമ്പിൽ കയറുന്നതിൻ്റെയും സംസാരത്തിൻ്റെയും ശബ്ദം കേട്ടപ്പോഴേക്കും കുര്യൻ്റെ പട്ടി കിടന്ന് കുരയ്ക്കാൻ തുടങ്ങിയിരുന്നു. എൻ്റെ വിചാരം എന്തോ അപകടവുമായി ആരൊക്കെയോ വരുന്നു എന്നാണ്. അപ്പോൾ പിന്നെ ഉത്തരവാദിത്വമുള്ളവനായി കൃത്യമായ വിവരം യജമാനനെ അറിയിക്കണ്ടേ? നീ കിടന്ന് ചാടാതെ പട്ടി, അവർ ഇങ്ങോട്ട് വരാനുള്ളതല്ലേ. ഏതായാലും വരട്ടെ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നീ യജമാനനാകേണ്ട, ഞാൻ തന്നെ ആയിക്കോളാം. ആര് തന്നെയാണെങ്കിലും ഇങ്ങോട്ട് വരാനുള്ളവർ ഇങ്ങോട്ട് തന്നെ വരും. എന്തോ മനസ്സിലായതുപോലെ അത് കൂടിൻ്റെ ഉള്ളിലേക്ക് കയറി ചുരുണ്ടു. അപ്പോഴേക്കും അവതയും കത്രീനാമ്മയും വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞു. ലീലാമ്മോ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. നമ്മൾ കാത്തിരുന്ന കക്ഷികൾ രണ്ടും കൂടി വന്നിട്ടുണ്ട്. വീട്ടിനുള്ളിലേക്ക് വലതുകാൽ വെച്ച് കയറ്റിക്കോ. ഒരു ചടങ്ങിന് അത് നടക്കട്ടെ. കെട്ട് നമുക്ക് പിന്നീട് നടത്തിക്കാം. ഇപ്പോൾ വന്ന് കൂട്ടിക്കൊണ്ടു പൊക്കൂ. നേരത്തെ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് ലീലാമ്മയ്ക്കും കാര്യങ്ങൾ അറിയാം. ഏതു സമയവും അവരെ രണ്ടുപേരെയും പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകമായി ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും കരുതിയിരിക്കുകയായിരുന്നു. ലീലാമ്മയോടൊപ്പം ആ വീട്ടിലേക്ക് കത്രീനായും കയറിപ്പോയി. നീ വിവരങ്ങളൊക്കെ പറയടാ ഉവി. വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവളെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റിയോ? അതോ നിനക്ക് നേരിട്ട് പോയി വിളിച്ചിറക്കി കൊണ്ടുവരേണ്ടി വന്നോ? തീർത്തും അപ്രതീക്ഷിതമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോരാൻ പറ്റി എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇന്ന് അവൾ തനിയെയാണ് പള്ളിയിൽ വന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങൾ പറഞ്ഞു തീരുമാനിച്ചിരുന്നു. പിന്നെ രസകരമായ മറ്റൊരു കാര്യം, ഇന്ന് അവളുടെ അപ്പൻ അവൾക്ക് വേണ്ടി മറ്റൊരു കല്യാണം ഉറപ്പിക്കാൻ പോയിരിക്കുകയാണ്. ആരെക്കൊണ്ട് കെട്ടിക്കും എന്നറിയാമല്ലോ. നീ അടിച്ചു കൊണ്ടുപോകുന്ന പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിക്കാനാണോ ഇന്ന് അവരെല്ലാം കൂടി പോയിരിക്കുന്നത്? എന്തായാലും ജോറായി. നമ്മൾ ഈ സന്തോഷിക്കുമ്പോഴും വിഷമിക്കുന്ന ഒരു മനസ്സുണ്ട് എന്ന കാര്യം നമ്മളാരും മറക്കരുതാത്തതാണ്. അതെന്തായാലും വരുത്തി വെച്ച വിഷമം തന്നെയാണ്. മകൾ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞതാണ്. അവൾ കണ്ടുവച്ച ചെറുക്കനെ പറ്റിയോ അവൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലോ അവർക്ക് യാതൊരു എതിർപ്പും ഇല്ല. ഏത് സമയവും വരികയും പോവുകയും ചെയ്യാവുന്ന സമ്പത്ത്, അതിൻ്റെ പേരിൽ ഇത്ര കടുംപിടുത്തം നടത്തിയാൽ ഇങ്ങനെയൊക്കെ വിഷമിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സ്വയം വരുത്തി വെച്ചതാണ് എന്ന്. ഇവനിപ്പോൾ ഇവൻ ചെയ്ത കാര്യം ന്യായീകരിക്കാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ എന്തെല്ലാമാണെങ്കിലും ആ മനുഷ്യൻ ഇവളുടെ നന്മ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ മറ്റൊരാലോചന കൊണ്ടുവന്നതും തീരുമാനിക്കാൻ പോയതും. എന്നിട്ടും അയാളോട് ഒരു വാക്ക് പറയുക പോലും ചെയ്യാതെ പോന്നത് ശരിയായില്ല. കല്യാണം ഉറപ്പിച്ചിട്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ പോലും അയാൾ വിവരമറിയണം എന്ന് നിർബന്ധമില്ല, അല്ലേ? ഏതായാലും രാത്രിയിലാവുമ്പോഴേക്കും വിവരമറിയും. കേസാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നാളെ തന്നെ രജിസ്ട്രാറെ കണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യണം.
അന്ന് നമ്മൾ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞതും അങ്ങനെയല്ലേ? ആനക്കയം പള്ളിയിലെ ഇടവക വികാരിയോടുകൂടി അന്ന് വിവരങ്ങൾ ചോദിച്ചിരുന്നു. ആരാണ് ഏതാണ് എന്ന കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ്റെ ബന്ധുവാണ് ഇടമുളയിൽ കുട്ടിച്ചനെങ്കിൽ സംഗതി ആകെ കുഴയും. അതുകൊണ്ട് തൽക്കാലം രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. അച്ഛൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ രജിസ്റ്റർ വിവാഹം കഴിക്കുക. അതിനുശേഷം കുറച്ചുനാൾ ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രത്യേക അനുവാദത്തോടു കൂടി വിവാഹം പള്ളിയിൽ കഴിക്കാം. ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. നിയമപരമായി വിവാഹിതരായിരിക്കണം. അപ്പോൾ വിവാഹം കഴിക്കാതെ വർഷങ്ങളോളം ഒരുമിച്ച് താമസിക്കുന്നവരോ അച്ചോ? ഇപ്പോൾ നിയമപരമായി അതിന് അംഗീകാരം കൊടുത്തിട്ടില്ലേ? ലിവിങ് ടുഗദർ എന്നോ മറ്റോ ആണ് അതിന് പറയുന്നത്. മനസ്സുണ്ടെങ്കിൽ പിന്നീട് വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കാതിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ ഒരുമിച്ച് താമസിച്ചുകൂടെ? ഞാൻ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞതാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്വേഷണം വരുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചതാണെങ്കിൽ ആ പേപ്പറുകൾ കാണിക്കുകയേ വേണ്ടൂ. അതോടെ അവർ പിന്തിരിഞ്ഞുകൊള്ളും. നിങ്ങൾ ലിവിങ് ടുഗദർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ കോടതിയിൽ വരെ പോയി കഴിഞ്ഞിട്ട് വേണ്ടിവരും കാര്യങ്ങൾക്കൊരു തീരുമാനമാകാൻ. അത്രയും വലിഞ്ഞു നീളാതിരിക്കുന്നതായിരിക്കും നല്ലത്. അഭിപ്രായം അച്ഛൻ പറഞ്ഞതുകൊണ്ട് അത് സ്വീകാര്യമാണെന്ന് കുര്യന് തോന്നുകയും ചെയ്തു. ഏതായാലും ഇവരെ രണ്ടിനെയും രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുചെന്ന് കല്യാണം കഴിപ്പിക്കണം. 6 മാസം മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്നൊക്കെയാണ് കണക്ക്. ഇച്ചിരി കാശ് കൊടുത്താൽ മുൻപേയുള്ള ഒരു തീയതി വെച്ച് ഒരു നോട്ടീസ് അവിടെ എഴുതിയിടിയിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ ഭംഗിയാകും. പിന്നെ അത്യാവശ്യം പണം അവൻ്റെ കൈവശമുള്ളതുകൊണ്ട് ധൈര്യമായി എടുത്തു കൊടുക്കുകയും ചെയ്യാം. ചെലവിൻ്റെ ലിസ്റ്റ് എല്ലാം കൂടി അവതച്ചന് കൊടുത്താൽ മതി, അവൻ തന്നോളും. രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തതിന് ശേഷമാണ് അന്ന് അവർ ഉറങ്ങിയത്. നോവലിൻ്റെ അടുത്ത ഭാഗം, അതായത് 11ാം ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. പിന്നെ എല്ലാവരും മുഴുവനും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് സഹായിക്കണേ.